ആ ബാലു, അമ്പലം നടവഴിയിലൂടെ ബസ്സേ അതാ കിട്ടിയത്. കാരണം മറ്റേ ബസ് കിട്ടിയില്ല. അപ്പൊ ദേ സ്റ്റേറ്റ് റോഡിനോട് ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുക വീട്ടിലേക്ക്. ആ പാറമട എത്തി. ആ ഇപ്പൊ എത്തും. എന്താ എനിക്കൊരു കാര്യം പറയണം. അകത്തേക്ക് പോകുമ്പോ അകത്ത് പോയിട്ട് പറയാം. ഇവിടെ നിക്കണ്ട, ഇവിടെ നിക്കണ്ട. വാ അകത്ത് പോ. അമ്മേ എന്താ കഴിക്കാൻ വേണ്ടി പ്രശ്നം? എന്റെ പൊന്നു മക്കളെ, എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ പഴയ രാഘവ മാമനാറ്റ ദേഹത്ത് കൂടിയാന്തോ? ബാലു, ബാലു പോയങ്ങോട്ട്. ഇങ്ങോട്ട് വരേ. പിള്ളേര് പോ പുറത്തേക്ക്. ബാലിങ് വന്നേ. ആ വാതിലടക്കി, വാതിലടക്കി ബാലു. എനിക്ക് പേടിയാവണം ബാലു. നിനക്ക് എന്ത് പറ്റി? നീ മനസമാധാനത്തോടെ കാര്യം പറ. ഓഫീസിൽ അക്കൗണ്ട്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? ഇല്ല. പിന്നെ എനിക്ക് പേടിയാവണം. ഞാൻ അമ്പലനടയിൽ ഇറങ്ങിയിട്ട് പാറമടയുടെ അതിലെ കൂടി നടന്നു വരികയായിരുന്നു. ഒരാള് 2 പ്രാവശ്യം ഞാൻ അയാളെ പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അയാൾ എന്നെ നോക്കി ചിരിച്ചിട്ടുണ്ട്, ഞാൻ അയാളെ നോക്കിയും ചിരിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ ചിരിച്ചിട്ടുണ്ട്. അയാള് ഞാൻ നോക്കുമ്പോ എന്റെ തൊട്ട് പുറകില്, പാറമടയുടെ അവിടെ നിൽക്കുമ്പോ അയാൾ എന്റെ തൊട്ട് പുറകില്. ഞാനപ്പോ അയാളൊരു തള്ളു കൊടുത്തു. പിന്നെ അയാൾ വീണ്ടും വന്നപ്പോ ഞാൻ ഉറക്കൊരു തള്ളു കൊടുത്തു. ബാല അയാൾ അതിലേക്ക് വീണു, പാറമടയിലേക്ക് വീണു. ചെടുക്കല്ലേ, എനിക്ക് പേടിയാവണം ബാലു. 300 അടി താഴ്ചയുള്ള പാറമടയാണ്. എനിക്ക് വീണ കിട്ടൂല. അയ്യോ, എന്റെ ദേഹം തളരുന്നു ബാലു. ഞാൻ അയാളെ അവിടേക്ക് നോക്കി കണ്ടില്ല. അതിന് വീണ് മരിച്ചിട്ടുണ്ടാവല്ല ബാലു. നീ കരയാതെ അടങ്ങ് കേട്ടാ. എന്ത് സംഭവിച്ചാലും മനധൈര്യം വിടരുത്. അമ്മാ, ഒന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. നീ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ കൈ കൊണ്ട് ഞാൻ ഒരാളെ കൊന്നു ബാലു. എന്നെ നീ തളർത്താതെ. ഞാൻ ഇപ്പം വീഴും. ഇപ്പം നീ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നുമില്ല. എന്ത് വന്നാലും ഞാൻ ഇല്ലേ? ഞാൻ ഉണ്ട് കൂടെ. ധൈര്യമായിട്ടിരി. നീ ധൈര്യമായിട്ടിരി. നീ വിറയ്ക്കണ എന്ത്? നിന്റെ കൈ എന്ത് വിറയ്ക്കണത്? നീ ധൈര്യമായിട്ടിരി. നീ കരയാതെ വിലു കരയാതെ. കരയരുത്. എനിക്ക് വയ്യ ബാലു. കുട്ടുനെ വിളിക്കാൻ ബാലു. കുട്ടുനെ വിളിക്കാം, ഞാൻ പറയാം. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരണില്ല. എന്റെ കൈയും കാലൊക്കെ വിറക്കാ ബാലു. നമുക്ക് പോലീസിന് പിടികൊടുക്കാനാ? അപ്പൊ ഇപ്പൊ ഒളിവിലാണ് താമസിക്കണേ? ആണോ? എനിക്കറിയാം എന്നെ പോലീസ് പിടിക്കും. എന്തായാലും കുറെ വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. എന്റെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. എന്റെ നീലു, നിന്നെ ഒരു ശക്തിക്കും ഒരു നിയമത്തിനും ഞാൻ വിട്ടു കൊടുക്കൂല. നീലു, നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഒരാളെ കൊന്നു, അല്ല ഒരു കൈ വത്താൻ പറ്റി.
സ്വയം രക്ഷാർത്ഥത്തിന് വേണ്ടിയല്ലേ? എന്താ പറയണേ? നമ്മൾ ആരെ മുന്നിലും കുറ്റമായിട്ട് പറയാൻ പോണില്ല. അപ്പൊ പോലീസോ? പോലീസ്. അയ്യോ, അതാണ് പ്രശ്നം. നമുക്ക് നോക്കാം. അമ്മ അച്ഛനോട് പറഞ്ഞല്ല ഞങ്ങൾ കേട്ടു. അമ്മ പോലീസ് കൊണ്ടുപോവോ? ഞങ്ങൾ അമ്മ ആർക്കും വിട്ടുകൊടുക്കില്ല. ബാലു, നമുക്ക് വിഷ്ണുവിനെ വിളിക്കാം. ബാലു, അവനെ ചെന്നൈന്ന് വിളിക്കും. വിഷ്ണുവിനെ വിളിക്കണ്ട, അവൻ പ്രോഗ്രാമത്തിന് പോയല്ലേ. കുടുംബത്തിൽ ഒരുത്തരെങ്കിലും അവശേഷിക്കട്ടെ. പോട്ട് നീ കരയാതെ. പിള്ളേർ കരയണ്ടില്ലേ? നീ ഇല്ലേ ധൈര്യം കൊടുക്കാൻ? കരയാതെ ഇതിലോ കളിയിലോടാ. കരയരുത്. കരഞ്ഞ എൻ്റെ സ്വഭാവം മാറും. കരയരുത്. നിലു, നീ കൃത്യം എത്ര മണിക്കാണ് പാറമട വഴി വന്നത്? 6:45 6:45. അമ്പലനടയിൽ വന്നപ്പോ എത്ര മണിയായി? ഒരു 6:30. 6:30ക്ക് ഇവിടെ ഇറങ്ങിയിട്ട് 6:45 വഴി അത് വഴി വന്നു. ആദ്യം അവിടെ ഇറങ്ങി. ഏത് ബസ്സിലാണ് വന്നത്? നിമിഷയിലാ വന്നത്. നിമിഷേ? ബസിന്റെ പേരാ. ഓക്കെ. നീ കൊന്ന ആള് അല്ല, നീ തള്ളിയിട്ട ആള് ശരിക്കും മലയാളിയാണോ? ആണെന്ന് തോന്നണേ. എന്താ വെച്ചാ അങ്ങനെ ചോദിച്ചേ? അല്ല, ഈ മലയാളികളും ബംഗാളികളും കൂടെ ഇപ്പൊ മിക്സായി കിടക്കുകയല്ലേ, അതുകൊണ്ടാണ് ചോദിച്ചത്. സ്വാഭാവികം. കേരള പോലീസ് അവരെ അറിഞ്ഞ മണത്ത് വീട് പിടിച്ചെത്തും. നീ പതറാതെ ധൈര്യമായിട്ടിരി. ഞാൻ ഈ മസിൽ പിടിച്ച് സംസാരിക്കണൊക്കെ ശരി തന്നെ. നെഞ്ച് പടപട ഇടിക്കാണ്. അച്ഛനിപ്പോ പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കട്ടെ, അതാ ഇപ്പൊ നല്ലത്. അച്ഛന്റെ പ്ലാനൊന്നും അങ്ങോട്ട് ശരിയായി വരണില്ല. അച്ഛാ, നമുക്ക് കുട്ടുമാവനെ വിളിക്കാം. ബെസ്റ്റ്. എന്നിട്ട് അവൻ വന്ന് സ്റ്റേഷനിൽ ചെന്ന് പറയും ഞാനാണ് ഒക്കെ തള്ളിയിട്ട് കൊന്നെന്ന്. അച്ഛാ, ഈ കാര്യത്തിൽ ഈഗോ കാണിക്കല്ലേ, കുട്ടുമാവനെ വിളിക്കോ? ബാലു, കുട്ടനെ വിളിക്കാം. ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ. ഓക്കെ, വിളിക്കാം. പക്ഷേ ഫോണിൽ കൂടെ വിളിച്ച് പറയില്ലേ ആ മണ്ടാ കൊണാപ്പിയെ ചോരും. ഇനി നേരെ ഇനി വിളിച്ചാൽ മതി. അച്ഛാ, കറക്റ്റ് അച്ഛാ. കറക്റ്റ്. അയ്യോ, ഫോണില്ല ബാഗില്. ഇടി അവിടെ നോക്ക്, കാണും. നോക്കി കണ്ടി. ബാലു എന്നെ വിളിച്ചില്ലായിരുന്നോ? എന്റെ കയ്യിലുണ്ടായിരുന്നു. അയ്യോ, ഫോൺ അവിടെ പോയി. ബാലു എവിടെ പോയി? അവിടെ പാറമടയില് തൊലച്ച്. കറക്റ്റ് എവിഡൻസ് ആണ് കൊടുത്തത്. എടി, ഫോണ് കൃത്യം എവിടെയാണ് വീഴുന്നെന്ന് പറ. ഫോണ് കറക്റ്റ് എവിടെയാണ് വീഴുന്നെന്ന് പറ. വഴിയില്ലേ? വഴിയുടെ അവിടെ കുഴിയില്ലേ? ആ കുഴിയുടെ ഇടതുവശത്ത്. അവിടുന്ന് വരുമ്പോ വലതുവശത്ത്. ഇവിടുന്ന് പോകുമ്പോ ഇടതുവശത്ത്. എടി, ഇടത വലത കറക്റ്റ് ആയിട്ട് പറ. അവിടെ ഉണ്ട് ബാലു, അവിടെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി നോക്കാം. നോക്കിട്ട് വരാം. അയ്യോ വേണ്ട, ഇപ്പൊ വേണ്ട. എന്താ ഇപ്പഴോ? എടി മക്കളെ, പ്രാർത്ഥിച്ചോ, അച്ഛൻ പോയിട്ട് വരാം. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവൂല. ക്യാഷുവിനും കൂടെ കൊണ്ടുപോവാം. മക്കൾ വാ. ഡി പ്രാർത്ഥിച്ചോ. ഫോൺ കിട്ടാനല്ലേ പ്രാർത്ഥിക്കാം. ഫോൺ കിട്ടാൻ പ്രാർത്ഥിക്കാം. എടി, എനിക്കൊന്നും പറ്റരുതേ എന്ന് പ്രാർത്ഥിരടി. വാടാ, എന്തിന് പറയ്ക്കണേ? ധൈര്യമായിട്ട് വാ. എവിടെ കൊണ്ട് കളഞ്ഞ ആക്കറിയാം. കിട്ടിയടാ. ഓ,